നമസ്കാരം. വളരെ പ്രതീക്ഷയോടാണ് വി ഡി സതീശൻ്റെ സർക്കാർ അധികാരമേറ്റിരിക്കുന്നത്. വി ഡി സതീശനെ നാടുനീളെ കിട്ടുന്ന സ്വീകരണം തന്നെ വി ഡി സതീശനിലൂടെ കേരളം രക്ഷപ്പെടും എന്ന പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ 10 വർഷം പിണറായി നാട് ഭരിച്ചു മുടിപ്പിച്ചത് മാത്രമല്ല, അരനൂറ്റാണ്ടിലേറെയായി ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഈ നാട്ടിൽ ഒരു മനുഷ്യന് സ്വസ്ഥമായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം പോലും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റം ജനം ആഗ്രഹിച്ചു. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ്റെ വാക്കുകളും പ്രവൃത്തിയും സസൂക്ഷ്മം വീക്ഷിച്ച മനുഷ്യർ കരുതി സ്വാഭാവികമായും കേരളത്തിന് പുതിയ ഒരു രക്ഷകനെ കിട്ടിയെന്ന്. ജനങ്ങളുടെ ആവേശത്തിനു മുൻപിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നതുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. ഇനി വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് കേരളത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കും എന്നാണ് സതീശൻ്റെ പ്രഖ്യാപനം. തീർച്ചയായും അതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായിയുടെ ഗൺമാൻമാർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ പ്രത്യേക അന്വേഷണം ഉണ്ടാവുന്നതും, ആ വൃത്തികെട്ട പണി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വധശ്രമത്തിന് പോലും വിചാരണ ചെയ്യപ്പെടാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുന്നതുമൊക്കെ പ്രതീക്ഷ നൽകുന്നു. ആശാവർക്കർമാർ അടക്കം, അങ്കണവാടി ടീച്ചർമാർ അടക്കം, പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർമാരടക്കം ഈ നാട്ടിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന തീരുമാനവും എടുത്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, തൊഴിലന്വേഷകർക്കുള്ള പ്രത്യേക സഹായം, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ വലിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷ ജനത്തിനുണ്ട്. അവയൊക്കെ നടപ്പിലാവണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തണം. വി ഡി സതീശൻ കേരളത്തിന് രക്ഷകനാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നത് ധനകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാവാം സുപ്രധാനമായ ധനവകുപ്പ് വി ഡി സതീശൻ ഏറ്റെടുത്തത്. ധനവകുപ്പിനൊപ്പം വി ഡി സതീശൻ 2 വകുപ്പുകൾ ഏറ്റെടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം: നിയമവും തുറമുഖവും. തുറമുഖം ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക ലഭ്യതക്കുറവാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത രീതിയിൽ മാറ്റം വരുത്തി വ്യത്യസ്തമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് വി ഡി സതീശൻ ചിന്തിക്കുന്നുവെന്നാണ്. സമുദ്രത്തെയാണ് അതിൻ്റെ ആശ്രയമായി കരുതുന്നത്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റും എന്ന് വി ഡി സതീശൻ ഇന്നലെ പരവൂരിൽ പ്രസംഗിച്ചത് വെറുതെയല്ല. ആർക്കും വേണ്ടാതിരുന്ന തുറമുഖം വകുപ്പ് ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പായതുപോലും ഉമ്മൻചാണ്ടിയുടെ മുൻകൈയിൽ വിഴിഞ്ഞത്ത് പോർട്ടുണ്ടായപ്പോഴാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് തുടർച്ചയായി സംസ്ഥാനത്ത് 1ലധികം തുറമുഖ സാധ്യതകളാണ് ഇപ്പോൾ അദാനി തിരയുന്നത്. അതിന് കൈകൊടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് മോദി സർക്കാർ മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം. 1-1.5 വർഷത്തിനിടയിൽ കേരളത്തിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ കടമ്പ ദേശീയപാതയായിരുന്നു. അത് നിർമ്മിക്കുകയും വിഴിഞ്ഞം പദ്ധതി അനേകം തൊഴിലവസരങ്ങളും സാമ്പത്തിക അവസരങ്ങളും നൽകുകയും ചെയ്യുന്നതോടെ കേരളത്തിൻ്റെ ഗതി മാറിയേക്കാം. അതിനിടയിലേക്ക് സമുദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ വൻകിട തുറമുഖ പദ്ധതികളുമായി മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ മാറ്റം വരാം. ആ പരീക്ഷണം വിജയിച്ചാൽ മാത്രമേ വി ഡി സതീശൻ എന്ന പരീക്ഷണം വിജയിക്കൂ. എന്നാൽ ഇതിനിടയിലും വി ഡി സതീശനെ തോൽപ്പിക്കാൻ പരമ്പരാഗത ഭരണത്തിൻ്റെ രുചി ആസ്വദിച്ചവർ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആദ്യത്തെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഉത്തരവ്. വി ഡി സതീശൻ തൻ്റെ പാർട്ടിയോടോ മുന്നണിയോടോ ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം മറ്റ് വകുപ്പുകളിലെ ഡയറക്ടർമാരെ പോലും നിയോഗിച്ചു എന്നത് ഞെട്ടലോടെയാണ് മന്ത്രിമാർ അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞത്. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പരിണിത പ്രജ്ഞനും സർവശക്തനുമായിട്ടും കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാതെ അരുൺ കെ വിജയൻ എന്ന കണ്ണൂർ കളക്ടറെ വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറും KSIDCയുടെ ചെയർമാനുമാക്കി മാറ്റി. സ്പെഷ്യൽ സെക്രട്ടറി പദവിയിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റിംഗ് ആയിരുന്നു അത്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയ്ക്കൊപ്പം തുല്യ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അരുൺ കെ വിജയനെ ഭരണം മാറിയ ഉടനെ ഇത്രയും ശക്തമായ പോസ്റ്റിംഗ് നൽകിയത് വലിയ വിമർശനത്തിന് കാരണമായി. കൊല്ലം കളക്ടറെ നിയോഗിക്കപ്പെട്ട ആനി ജൂലി തോമസ് ആയിരുന്നു വിവാദത്തിന് കാരണമൊരുക്കിയ മറ്റൊരാൾ. കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രേതങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ സൂചനയായി മാറി. KM എബ്രാഹിമിൻ്റെ കിഫ്ബിയിലായിരുന്നു ദീർഘകാലമായി ആനി ജൂലി തോമസ്. KM എബ്രാഹിം മുൻകൈയെടുത്താണ് ആലിക്ക് കൺഫർ ചെയ്ത് IAS കൊടുത്തത്. ജൂലിയെ കൊല്ലം കളക്ടറെ നിയോഗിച്ചതിന് പിന്നിൽ
ചരട് വലിച്ചത് KM എബ്രാഹിം തന്നെയായിരുന്നു. KM എബ്രാഹിമിനെതിരെ ജോമോൻ പൊത്തമ്പരക്കിൽ കൊടുത്ത അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള കേസുകൾ മുമ്പോട്ട് പോവുകയാണ്. സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ കൊടുത്തതുകൊണ്ട് മാത്രമാണ് KM എബ്രാഹിമിനെതിരെയുള്ള അന്വേഷണം നിലച്ചിരിക്കുന്നത്. ആ സ്റ്റേ പിൻവലിക്കപ്പെടുന്ന സമയത്ത് KM എബ്രാഹിമിനെതിരെയുള്ള അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കൊല്ലം കളക്ടറാണ്. കൊല്ലം ജില്ലയുടെ പരിധിയിലാണ് KM എബ്രാഹിമിൻ്റെ അനധികൃത സ്വത്ത് എന്ന് സൂചിപ്പിക്കുന്ന സ്വത്തുക്കളുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കളക്ടറെ അവിടെ നിയമിക്കാൻ KM എബ്രാഹിം നടത്തിയ ചരട് വലിക്ക് നിന്നുകൊടുക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്. മുഖ്യമന്ത്രി ഡൽഹിയിലുള്ളപ്പോഴായിരുന്നു ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഉത്തരവ് പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോടോ സ്വന്തം പാർട്ടിയോടോ പോലും ആലോചിക്കാതിരുന്നത് എന്ന തരത്തിൽ വലിയ അതൃപ്തി രൂപപ്പെട്ടു. ഇത് വിവാദമായതിനു ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇതിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു അനിൽ മണ്ണന്തലയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അനിൽ തന്നെയായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിയോടും കിഫ്ബി ചെയർമാനായിരുന്ന മുൻ ചീഫ് സെക്രട്ടറിയോടുമൊക്കെ ഒരു വിധേയത്വ മനോഭാവം അനിലിനുണ്ട് എന്നാണ് ചിലരെങ്കിലും പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉന്നതമായ പദവിയാണെന്നും ഏതുദ്യോഗസ്ഥനോടും കൽപ്പിക്കാനുള്ള നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ടെന്നും അനിലിന് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയ സമയം നോക്കി ചീഫ് സെക്രട്ടറി അനിൽ മണ്ണന്തലയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഉത്തരവ് ഇറക്കിച്ചത് എന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. 2 വർഷത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരേ തസ്തികയിൽ തുടർന്നാൽ അത് കുഴപ്പമാകുമെന്നും അടിയന്തരമായി ഇവരെ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അടിയന്തരമായി ചെയ്യണം എന്ന് പറഞ്ഞ് ഡോക്ടർ ജയതിലക് അനിൽ മണ്ണന്തലയെ സമ്മർദ്ദത്തിലാഴ്ത്തുകയായിരുന്നു. തുടർന്നാണ് അനിൽ മുഖ്യമന്ത്രിയെ സംസാരിച്ചതും നിയമപ്രശ്നമുണ്ട്, കോടതിയെ ലക്ഷ്യമാവും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയോട് വാക്കാൽ അനുമതി വാങ്ങിയതും. എന്നാൽ ഇത് KM എബ്രാഹിമിൻ്റെയും ഡോക്ടർ ജയതിലകിൻ്റെയും താല്പര്യങ്ങൾ ഒളിച്ചു കടത്താനുള്ള നീക്കമായിരുന്നെന്നും മന്ത്രിമാരോട് ആലോചിക്കാതെ അവരവരുടെ വകുപ്പിൽ ഇടപെടാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി ആലോചിച്ചില്ല. യഥാർത്ഥത്തിൽ വില്ലൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തന്നെയായിരുന്നു. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് VD സതീശനെ പരമാവധി നാശമുണ്ടാക്കി കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ്. ഓർക്കണം, 6 ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചത് വകുപ്പ് ചുമതലക്കാരനായ റവന്യൂ മന്ത്രി അനിൽകുമാർ അറിയാതെയാണ്. ഇതെല്ലാം വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും പലരും ചോദ്യം ചോദിക്കുകയും ചെയ്തതോടെയാണ് ഇതിന് പിന്നിലെ ചതി VD സതീശൻ തിരിച്ചറിഞ്ഞത്. ഇന്നലെ തിരിച്ചെത്തിയ VD സതീശൻ കർശനമായി തന്നെ ഡോക്ടർ ജയതിലകിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ന് ചേരുന്ന പ്രത്യേക മന്ത്രിസഭയിൽ ഒരുപക്ഷെ ജയതിലകിനെ ലീവ് എടുപ്പിച്ച് മാറ്റി നിർത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് നിയമവിരുദ്ധമായി ഇറക്കിയ ആ ഉത്തരവ്, ആ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഉത്തരവ് ഇന്ന് തന്നെ റദ്ദ് ചെയ്തേക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇന്ന് തന്നെ ചുമതലയേൽക്കണം എന്ന് ഉത്തരവിനൊപ്പം ചീഫ് സെക്രട്ടറി അറിയിപ്പ് കൊടുത്തത്. സ്ഥലം മാറ്റം കിട്ടിയ മിക്കവരും ഇന്ന് രാവിലെ തന്നെ ചുമതലയേൽക്കാനിരിക്കുകയാണ്. സാങ്കേതികമായി ചുമതലയേറ്റതിന് ശേഷമുള്ള ട്രാൻസ്ഫർ പ്രശ്നമാകുമോ എന്നത് മാത്രമാണ് ബാക്കിയാവുന്നത്. സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയാവുമെന്നും ഈ ഉത്തരവ് റദ്ദ് ചെയ്ത് മന്ത്രിമാരുടെ താല്പര്യം കൂടി പരിഗണിച്ചു മാത്രം പുതിയ ഉത്തരവ് ഇറക്കുമെന്നുമാണ്. എന്തായാലും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അതിബുദ്ധിയോടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് നടത്തിയ നാടകം മുഖ്യമന്ത്രി തിരിച്ചറിയുകയും തൻ്റെ കൂടി മാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയ ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സൂചന.